തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ കൗൺസിലർ ആർ ശ്രീലേഖയും വി കെ പ്രശാന്ത് MLAയും തമ്മിൽ നെയിം ബോർഡിന്റെ പേരിലും പോര്. വി കെ പ്രശാന്ത് MLAയുടെ നെയിം ബോർഡിനൊപ്പം ആർ ശ്രീലേഖ തന്റെ പേരിൽ നെയിം ബോർഡ് സ്ഥാപിച്ചു. ആളുകൾ വരുമ്പോൾ അറിയാനാണ് ബോർഡ് വെച്ചത് എന്ന് ആർ ശ്രീലേഖ 24നോട് പിന്നീട് പ്രതികരിച്ചു. ഓഫീസ് മുറി തർക്കത്തിന്റെ ചൂടാറും മുമ്പാണ് ശാസ്തമംഗലത്തെ വി കെ പ്രശാന്ത് MLAയുടെ നെയിം ബോർഡിന് മുകളിൽ ആർ ശ്രീലേഖ പുതിയ ബോർഡ് സ്ഥാപിച്ചത്. ആളുകൾ വരുമ്പോൾ അറിയാൻ സ്വന്തം പണം മുടക്കി ബോർഡ് വെച്ചെന്ന് ശ്രീലേഖ 24നോട്. നെയിം ബോർഡ് ഞാൻ വെച്ചു, ആളുകൾ വരുമ്പോൾ അറിയണ്ടേ ഞാൻ ഇവിടെയാണ് ഇരിക്കുന്നതെന്നുള്ളത്. എനിക്ക് വേണ്ട ഒരു നെയിം ബോർഡ്. സ്വന്തം കയ്യിൽ നിന്ന് പൈസ മുടക്കി ഒരു നെയിം ബോർഡ് അകത്തും വെച്ചു, പുറത്തും വെച്ചു. MLAക്ക് ഓഫീസിനായി 100 സ്ക്വയർ ഫീറ്റ് എടുക്കാനായിരുന്നു തീരുമാനം. എന്നാൽ 3 ഇരട്ടി സ്ഥലം MLA കൈവശപ്പെടുത്തി. തനിക്കെതിരെ പരാതി നൽകിയത് കമ്മ്യൂണിസ്റ്റ് വക്കീലെന്നും ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കേണ്ട എന്നും ശ്രീലേഖ പരിഹസിച്ചു. അപ്പോൾ എനിക്കൊരു ഓഫീസ് ഉണ്ടായാലല്ലേ എനിക്കൊരു വാർഡ് കമ്മിറ്റി ഓഫീസ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കൗൺസിലറിൻ്റെ ഓഫീസെന്നും പറഞ്ഞ് മുകളിൽ അങ്ങനെ ഇനോഗ്രേറ്റ് ചെയ്ത ബിൽഡിങ്ങാണ്. അപ്പോൾ ഇതെങ്ങനെ അതിക്രമമാവുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അതൊരു വലിയ പേടിപ്പിക്കുന്ന പോലെ തോന്നിയത് കൊണ്ടാണ്. നെയിം ബോർഡ് സ്ഥാപിച്ചതിൽ തുടർ വിവാദത്തിന് ഇല്ലെന്നാണ് വി കെ പ്രശാന്തിന്റെ നിലപാട്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.